ജിഷ്ണു, ഏറ്റവും ആശങ്കപ്പെടുത്തുന്നത് കണ്ടെത്താനുള്ളവരിൽ മലയാളികളടക്കമുള്ള ഇന്ത്യക്കാർ ഏറെയുണ്ട് എന്നതാണ്. ഈ പറയുന്നത് പോലെ ഓരോ ദിവസം കഴിയുന്തോറും പ്രതികൂലമായ കാലാവസ്ഥാ സാഹചര്യങ്ങൾ, ഈ അവശിഷ്ടങ്ങൾക്കിടയിലുള്ള തിരച്ചിൽ സ്വാഭാവികമായും ബുദ്ധിമുട്ട് ഏറ്റുക തന്നെ ചെയ്യും. മാത്രമല്ല വീണ്ടും ഒരു പ്രളയ മുന്നറിയിപ്പുണ്ട്, ഒരു മിന്നൽ പ്രളയത്തിൻ്റെ മുന്നറിയിപ്പുണ്ട്. സമാനമായ ജാഗ്രതാ നിർദ്ദേശം ഇപ്പോൾ ഈ നേപ്പാൾ അതിർത്തിയുമായി ചേർന്നുള്ള ഇന്ത്യൻ സംസ്ഥാനങ്ങൾക്കും ബീഹാറിനടക്കം ഉണ്ട്. ഇപ്പോൾ ഇന്നത്തെ രക്ഷാപ്രവർത്തനം എത്രത്തോളം ഫലം കണ്ടു? മാത്രമല്ല ഇന്ത്യ അവശ്യ സാമഗ്രികൾ എത്തിക്കുന്നു എന്നതിനപ്പുറം ഇന്ത്യൻ സൈന്യം ഈ രക്ഷാപ്രവർത്തനത്തിൻ്റെ ഭാഗമായി ഇനിയും ഇറങ്ങിയിട്ടില്ലല്ലോ അല്ലേ? സ്വപ്ന, ഇന്ന് രാവിലെ മുതൽ തന്നെ നദിയിൽ ജലനിരപ്പ് താഴ്ന്നത് കാരണം മണ്ണ് മാറ്റിക്കൊണ്ടുള്ള പരിശോധനയും രക്ഷാപ്രവർത്തനത്തിനും ആരംഭിച്ചിരുന്നു. അതുകൊണ്ട് കൂടുതൽ ആളുകളുടെ മൃതദേഹങ്ങൾ കണ്ടെത്തി. മൃതദേഹങ്ങളെല്ലാം ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. പക്ഷേ ഉച്ചയ്ക്ക് ശേഷമാണ് ഇത്തരത്തിൽ ടിബറ്റൻ അതിർത്തിയോട് ചേർന്ന് കഴിഞ്ഞ മിന്നൽ പ്രളയത്തിൽ രൂപം കൊണ്ട പ്രളയജലത്തിൽ രൂപം കൊണ്ട തടാകത്തിന് തകരാർ സംഭവിച്ചിട്ടുണ്ടെന്നും അത് വലിയ രീതിയിൽ ജലം വീണ്ടും താഴേക്ക് വരാൻ സാധ്യതയുണ്ടെന്ന മുന്നറിയിപ്പ് നൽകിയതോടുകൂടി പല മേഖലകളിലും രക്ഷാപ്രവർത്തനം താൽക്കാലികമായി നിർത്തിവെക്കുകയും രക്ഷാപ്രവർത്തനവും ദുരിതാശ്വാസ പ്രവർത്തനവും നടത്തുന്നവരോട് സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് മാറാനും നേപ്പാൾ പോലീസ് കൃത്യമായിട്ടുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഈ മണ്ണ് മാറ്റിക്കൊണ്ടുള്ള രക്ഷാപ്രവർത്തനങ്ങൾ നടക്കുന്നില്ല എന്നുള്ളതാണ് നേപ്പാളിൽ നിന്ന് ലഭ്യമായിട്ടുള്ള വിവരം. പക്ഷേ മരണസംഖ്യ ഇനിയും ഉയരാനുള്ള സാധ്യതയാണുള്ളത്. ഇതിനോടകം തന്നെ 500 മുകളിലേക്ക്, അതായത് 600-അടുത്തേക്ക് മരണസംഖ്യ എത്തിയിട്ടുണ്ട്. ഈ മൃതദേഹങ്ങൾ തിരിച്ചറിയാനുള്ള നടപടികൾ പുരോഗമിക്കുന്നു. ഒപ്പം ഏറ്റവും ആശങ്കപ്പെടുത്തുന്ന മറ്റൊരു കാര്യം, വീണ്ടും പ്രളയത്തിന് സാധ്യതയുണ്ട്. ഈ ഒരു പ്രളയജലം കൊണ്ടുണ്ടായ തടാകം പൊട്ടി വെള്ളം വരുന്നതിനപ്പുറത്തേക്ക് മഞ്ഞുമല ഇടിയാനും വീണ്ടും ഒരു മിന്നൽ പ്രളയത്തിന് സാധ്യതയുണ്ട് എന്ന മുന്നറിയിപ്പ് ഇപ്പോഴും നിലനിൽക്കുകയാണ്. അതുകൊണ്ട് അതീവ ജാഗ്രതയിലാണ് നേപ്പാൾ ഉള്ളത്. പ്രത്യേകിച്ച് ടിബറ്റൻ അതിർത്തിയോട് ചേർന്നിട്ടുള്ള വടക്കൻ മേഖല, കൂടാതെ നേപ്പാളിനോട് ചേർന്ന് നിൽക്കുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങൾക്കും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഉത്തർപ്രദേശും കൂടാതെ പശ്ചിമ ബംഗാളും ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലാണ്, ബീഹാറും ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലാണ് ഇത്തരത്തിൽ ജാഗ്രതാ നിർദ്ദേശം നൽകിയത്. കൂടാതെ 288 ഇന്ത്യക്കാരുൾപ്പെടെ 1500-ലധികം പേരെ കാണാതായിട്ടുണ്ട്. ഇന്ത്യക്കാരെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ തുടർച്ചയായി പരിശോധിച്ചു വരുന്നുവെന്നാണ് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചത്. നേപ്പാളിന് ആവശ്യമായിട്ടുള്ള അടിയന്തര സഹായങ്ങൾ എത്തിച്ചു നൽകി. കൂടാതെ രക്ഷാപ്രവർത്തനത്തിന് തയ്യാറായി ഇന്ത്യൻ സൈന്യം സജ്ജമാണ്. പക്ഷേ നേപ്പാളിനെ സംബന്ധിച്ച് അതൊരു മറ്റ് രാജ്യമാണ്. ആ രാജ്യത്തിന്റെ അനുമതി കൂടി ലഭിച്ചാൽ മാത്രമായിരിക്കും ഇത്തരത്തിൽ ഇന്ത്യൻ സൈന്യത്തിന് രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമാകാൻ സാധിക്കുക. നിലവിൽ മരുന്നും രക്ഷാപ്രവർത്തനത്തിനും ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കും ആവശ്യമായിട്ടുള്ള തീർച്ചയായും ഇന്ത്യയുടെ ഭാഗത്തു നിന്നുള്ള എല്ലാ സഹകരണവും തുടക്കം മുതൽ തന്നെ നമ്മൾ നൽകിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഈ മരണസംഖ്യ ഇപ്പോഴും അന്തിമമല്ല എന്നതാണ് എടുത്തു പറയേണ്ടത്. കാണാതായവരുടെ എണ്ണവുമായി നോക്കുമ്പോൾ യഥാർത്ഥ ദുരന്തത്തിന്റെ ചിത്രം ഇനിയും പുറത്തു വരാനുണ്ട്. മരണസംഖ്യ എണ്ണുന്നതിനേക്കാൾ ഒരുപക്ഷേ കഴിയുന്നത്ര പേരെ ജീവനോടെ കണ്ടെത്തുക എന്നതാണ് ഇനിയിപ്പോൾ പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളി. ഇനിയും ഒരു ദുരന്തത്തെ മാറ്റി നിർത്താൻ ദുർബലമായ ദുരന്ത മുന്നറിയിപ്പ് സംവിധാനങ്ങളെ അടപടലം മാറ്റണം. ഒപ്പം ഈ ഹിമാലയൻ മേഖലയിലെ മാറുന്ന കാലാവസ്ഥ, ദുർബലമായ ഭൂപ്രകൃതി, ഇതെല്ലാം ഭരണകൂടം അറിഞ്ഞു തന്നെ മുന്നോട്ട് പോകേണ്ട സാഹചര്യമാണ് കാണുന്നത്.